നമ്മൾ ഇന്ന് കുറച്ച് അടിപൊളി നോഡുകൾ പരിചയപ്പെടുകയാണ്. ഇതിന് മുന്നേ നമ്മൾ നോഡുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് 2 വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട്. അതിൻ്റെ 2ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് അടിപൊളി കുറച്ച് നോഡുകളെ പരിചയപ്പെടാം. ഇനി ഇന്നും കുറച്ച് നോഡുകൾ നമുക്ക് പരിചയപ്പെടാം അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൂൾഫ് വിഎഫ്എക്സ് സ്റ്റുഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഫ്യൂഷൻ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും കാണിക്കുകയാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഫ്യൂഷൻ കോമ്പോസിഷൻ എന്ന് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഒരു പേര് കൊടുക്കാം. നോട്ട്സ് എന്തെങ്കിലും പേര് കൊടുക്കാം. ഇവിടെ ഫ്രെയിം നമുക്ക് മാക്സിമം എത്രത്തോളം കയറ്റാൻ പറ്റുമോ അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രെയിം റേറ്റ് ഒക്കെ നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടുതൽ പറയുന്നില്ല കേട്ടോ. സെറ്റ് ചെയ്യാൻ ഞാൻ 60 സെറ്റ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ 5 സെക്കൻഡുള്ളൊരു ഫ്യൂഷൻ കോമ്പോസിഷൻ ആണ്. ഇത് ഇവിടേക്ക് ആഡ് ചെയ്തു. ലെങ്ത് കൂട്ടണമെങ്കിൽ ഇവിടെ പിടിച്ച് ഇങ്ങനെ ലെങ്ത് കൂട്ടാൻ. തൽക്കാലം ചെറുത് മതിയല്ലോ, എനിക്ക് ഇത്രയും മതി. എന്നിട്ട് നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഫ്യൂഷൻ കോമ്പോസിഷൻ ഇവിടെ കിട്ടും. അവിടെ ഒരു മീഡിയ ഔട്ടും ഉണ്ടാവും. ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് ഒരു ഫോട്ടോ ഇവിടേക്ക് ആഡ് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ ഞാനൊരു വീഡിയോ എഫക്റ്റ് ആക്കി മാറ്റാൻ പോവുകയാണ്. ഇതിന് ചെറിയ വേവ്സ് ഒക്കെ കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ തീ കത്തുന്ന ഒരു എഫക്റ്റ്, അതായത് ഫോട്ടോനെ തീ കത്തുന്ന പോലെ ജ്വലിക്കുന്ന പോലെ ആക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വേറൊരു മെത്തേഡാണ് കേട്ടോ. അത് കാണാൻ ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതും കണ്ടു നോക്കുക. അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആണ്. ചാനലിൽ ഒന്ന് കയറി വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇനി ഈ മീഡിയ ഔട്ടുന്ന ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് നോഡിനെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. എന്നിട്ട് റിപ്പിൾ എന്ന് സെർച്ച് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിപ്പിളിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ആനിമേഷൻ കൊടുക്കുന്ന വീഡിയോസ് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റിപ്പിൾ എന്താണെന്ന് പറഞ്ഞോളൂ. അപ്പോൾ റിപ്പിൾ നോഡ് ഇവിടേക്ക് ആഡ് ചെയ്തു. മീഡിയ ഔട്ട് എടുത്ത് വ്യൂവറിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വേവ് ഫോം കാണാൻ പറ്റില്ലേ? അതിൻ്റെ അകത്തൊരു വെള്ള വരയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം അല്ലേ? അപ്പോൾ റിപ്പിളിൽ ക്ലിക്ക് ചെയ്ത ശേഷം റിപ്പിളിൻ്റെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചെണ്ണമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ഞാൻ ഫേസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നീക്കി വെക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി വെക്കാം. ഓരോ വീഡിയോക്കും മാറ്റം ഉണ്ടാവും. അതേപോലെ DK കുറച്ച് കുറയ്ക്കുകയാണ്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ ഫ്രീക്വൻസി കുറച്ചു. ഫ്രീക്വൻസി നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇതേപോലെ വേവ് ആവും. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒരു ആംപ്ലിറ്റ്യൂഡ് കുറച്ച് കുറയ്ക്കുക അല്ലേ? ആംപ്ലിറ്റ്യൂഡ് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടും. ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ വട്ടത്തിൽ കിട്ടും. ആംപ്ലിറ്റ്യൂഡ് കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൊസിഷനിൽ മാത്രം ഒരു വേവ് പോലെ ഇങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് ഷൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഷൈൻ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു വെള്ള കളർ ഉണ്ടല്ലോ അത് അങ്ങോട്ട് പോയി കിട്ടും. അത് നമുക്ക് വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എന്നിട്ട് താഴെ വന്ന് ആനിമേറ്റ് എന്നുള്ള ഒരു ബട്ടണ് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നോക്കിക്കോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. കണ്ടോ ആ ഒരു ഫോട്ടോ ഇപ്പോൾ വേവ് ഉള്ള ഒരു എന്താ പറയുക, എൻ്റെ സ്പീഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സ്പീഡ് കുറച്ച് വെക്കണമെങ്കിൽ കുറച്ച് വെക്കാം. ആംപ്ലിറ്റ്യൂഡ് കുറച്ചുകൂടി കുറയ്ക്കാം. ഫ്രീക്വൻസിയും കുറച്ച് കുറയ്ക്കാം. അപ്പോൾ കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് പല പല ടൈപ്പിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം. ഏതൊരു പൊസിഷനിൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾ വിചാരിച്ച ആ ഒരു സംഭവം കിട്ടും. ഓക്കെ, ഇനി ഇതിനകത്ത് റിപ്പിൾ വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും റിപ്പിൾ 2 എന്ന് പറഞ്ഞിട്ട് എനേബിൾ ചെയ്താൽ മതി. പിന്നെ വേറൊരു ടൈപ്പിൽ വേവ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ആഡ് ചെയ്യുക. ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ച് വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. ഇതിന് സർക്കിൾ ഫോം മാറ്റി വെർട്ടിക്കൽ എന്നൊക്കെ ആക്കാൻ പറ്റും. കണ്ടോ ഇത് വെർട്ടിക്കൽ ആക്കുന്ന സമയത്ത് നമുക്ക് വേറെ ടൈപ്പ് വേവ് കിട്ടും. ഇല്ല നമുക്ക് ഇതേപോലെ നോയ്സ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റിന് ആഡ് ചെയ്യാം. ടെക്സ്റ്റിന് ഇതേ എഫക്റ്റുകൾ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ ആഡ് ചെയ്യാം. ടെക്സ്റ്റിനോട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ മീഡിയയിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മെർജിനോട് കിട്ടും അല്ലേ? എന്നിട്ട് ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു പേര് ഡാർക്ക് വൂൾഫ് എന്നുള്ള പേര് കൊടുത്തു. സൈസൊക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് മാക്സിമം സൈസൊക്കെ കൂട്ടി വെക്കാം. പിന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റൈലിലേക്കൊക്കെ കൊണ്ടുപോകാം. ഇതേപോലത്തെ ഫോണ്ടുകൾ കിട്ടും. പിന്നെ ഇതിൻ്റെ മെർജിൽ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ. പിന്നെ ഇതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിനകത്ത് തന്നെ വരിക. ടെക്സ്റ്റിനകത്ത് നിന്ന് ഇത് പിക്ക് ചെയ്ത് ഇവിടുന്ന് വേണ്ട കളറൊക്കെ പിക്ക് ചെയ്യുക. കണ്ടോ ഇതേപോലത്തെ എഫക്റ്റുകളൊക്കെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കാം. ഇനി ബാക്കിൽ വാട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഇത് ഡിസ്കണക്ട് ചെയ്ത് ടെക്സ്റ്റിനോട് മാത്രം നമുക്ക് ഈ റിപ്പിളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നോഡ് ഇതാണ്. ഇനി അടുത്തൊരു നോഡ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ നോഡിലേക്ക് പോകാം അല്ലേ? ഈ ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ച് ഫോഗ്, ഒരു കോടമഞ്ഞൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുന്നതായിരിക്കാം, നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വീഡിയോ നമ്മൾ റെൻഡർ ചെയ്തെടുത്താണ് അൺറിയൽ എഞ്ചിൻ്റെ അകത്ത്. ഈ മോഡൽസൊക്കെ, അതായത് തറവാടിൻ്റെ മോഡൽസും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡാർക്ക് വൂൾഫ് എന്ന് ആദ്യം സെർച്ച് ചെയ്യുക. പിന്നെ തറവാട് അല്ലെ ഡാർക്ക് വൂൾഫ് വിഎഫ്എക്സ് സ്റ്റുഡിയോ തറവാട് എന്നെങ്കിലും സെർച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. അപ്പോൾ അവിടുന്ന് ഒരു മാനിങ്ങനെ നടന്നു വരുന്നൊരു സീനാണ്. തറവാട്ടിൽ മാനൊന്നും ഇല്ല കേട്ടോ, രസത്തിന് ആഡ് ചെയ്താണ്. ഓക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ? ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഫോഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഞാൻ ഫാസ്റ്റ് നോയ്സ് എന്ന് പറഞ്ഞൊരു നോഡ് കാണാൻ പറ്റും. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുക. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. ഫാസ്റ്റ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് നോയ്സ് കാണാൻ പറ്റും. ഫാസ്റ്റ് നോയ്സ് ടെക്സ്ചർ അല്ല, ഫാസ്റ്റ് നോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് മാത്രം കേട്ടോ. അതിനെ ഇവിടേക്ക് ആഡ് ചെയ്തു.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫാസ്റ്റ് നോയ്സിൻ്റെ ഔട്ട് എന്നൊരു പൈപ്പിലേക്ക് വലിക്കുക, മീഡിയ ഇന്നിൻ്റെ ഔട്ടിലേക്ക് ഇവിടെ കണക്ട് ചെയ്താൽ പുതിയൊരു മെർജ് ഇവിടെ അപ്പിയർ ആവില്ലേ. അപ്പോൾ അവർ തമ്മിൽ മെർജായി. ഇനി ഔട്ട് തന്നെയാണ് അവിടെ കണക്ട് ചെയ്തതെന്ന് കൺഫേം ആക്കുക, ഇല്ലെങ്കിൽ ഇവിടേക്ക് ഔട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് നോയ്സ് ചെറുതായിട്ടാണ് കിട്ടിയെങ്കിൽ ഇത് ഇത്തിരി ഇവിടെ ക്ലിക്ക് ചെയ്ത് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ വേണ്ടത്ര രീതിയിൽ വലുതാക്കി വെക്കാൻ പറ്റും. ആദ്യം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ ഒന്നും ഉണ്ടാവില്ല, ഒരു ഫോഗ് പോലെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഫാസ്റ്റ് നോയ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീത്ത് റേറ്റ് എന്നുണ്ടോ, സീത്ത് റേറ്റ് കുറച്ച് കയറ്റിയിടാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കയറ്റിയിടുന്നോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ എനിക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് മതിയെങ്കിൽ ചെറുതായിട്ട് കയറ്റിയിടാം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പുക വരും പോലെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. നമുക്ക് ഫാസ്റ്റ് നോയ്സിൻ്റെ അകത്ത് വന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വെക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് ഇതേപോലെ കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വെച്ചു. പിന്നെ അതേപോലെ അതിൻ്റെ കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ കോൺട്രാസ്റ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തികേടായി പോകും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. പിന്നെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം. പിന്നെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ ഇങ്ങനെ ഒരു പുകയായിരിക്കും മോർണിംഗിലൊക്കെ ഉണ്ടാവുക അല്ലേ, മഞ്ഞിൻ്റെ. പിന്നെ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്ത് വെക്കാം. സീത്ത് റേറ്റ് വീണ്ടും ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഇത്രയൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗിലുള്ള ആ ഒരു ഫോഗ് എഫക്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അത് കളർ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഫോഗിന് ഇത്തിരി നീല കളറൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് നോയ്സിൻ്റെ അപ്പുറത്ത് കളർന്ന് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് നമുക്ക് ഇത്തിരി ഒരു ബ്ലൂ ടിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇത്തിരി പച്ചയും കൂടി കയറ്റി കഴിഞ്ഞാൽ രാവിലത്തെ ഒരു മഞ്ഞ് നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാവില്ല. രാവിലത്തെ മഞ്ഞ് എന്നെപ്പോലെ 10 മണിക്ക് എണീക്കുന്നവരാണ് ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല, അല്ലാത്തൊരു കണ്ടിട്ടുണ്ടാവും. ഇത്തിരി ഒരു നീല കളറായിരിക്കില്ല ഉണ്ടാവുക. വെറുതെ പറഞ്ഞോട്ടോ, ഞാൻ രാവിലെ എണീച്ച് നടക്കാനൊക്കെ പോകുന്നുണ്ട്, പ്രായമായി വരികയല്ലേ, നമ്മൾ ഹെൽത്തൊക്കെ സൂക്ഷിക്കേണ്ടല്ലേ. ഇതേപോലെ ഒരു ചെറിയ കളറൊക്കെ കൊടുക്കണമെങ്കിൽ ഫോഗിന് അങ്ങനെ കളറൊക്കെ കൊടുക്കാം. അത് നമുക്ക് മാക്സിമം കൂടി കയറ്റിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നീല കളറിലേക്കും പച്ച കളറിലേക്കോ പോകും. ഇങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്ന് മെർജിൽ വന്നിട്ട് ബ്ലെൻഡിങ് കുറച്ചാൽ മതി, അങ്ങനെ കയറ്റിയിടുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വേറെ ടൈപ്പ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് നോഡ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു നോഡ് എന്താണെന്ന് നോക്കാം അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ നോഡിനെ പരിചയപ്പെടാം അല്ലേ. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ഡേ എന്നൊന്ന് സെർച്ച് ചെയ്താൽ ഡേ സ്കൈ എന്നുള്ള ഒരു നോഡ് കാണാൻ പറ്റും. DS നടിച്ചാലും മതി കേട്ടോ, ഡേ സ്കൈ നടിച്ചാലും മതി, എങ്ങനെയായാലും മതി. ഓക്കെ, ഇവിടേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഡേ സ്കൈനെ എടുത്ത് നമുക്ക് ഔട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഔട്ട് എടുത്ത് ഇവിടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കൈ അറ്റ്മോസ്ഫിയർ കിട്ടും. HDR എന്നൊക്കെ പറയൂലേ, ഇതേപോലെ HDR കിട്ടും. നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റിന് 3D മോഡലിംഗ് ചെയ്യാനാണ് ഇത് കൂടുതൽ ആവശ്യം വരും. അപ്പോൾ 3D ഒബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സ്കൈ കാണിക്കാനൊക്കെ ഈ ഒരു ടൈപ്പിലുള്ള സംഭവം ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു ആനിമേഷൻ വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കൈ ഒക്കെ ഇതേപോലെ ആഡ് ചെയ്യാം. നമ്മൾ സ്കൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡൊക്കെ മാറ്റാം. അതായത് അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ അല്ലേ, അതൊക്കെ മാറ്റുന്ന സമയത്ത് ഇവിടെ മാറ്റങ്ങൾ വരും. പിന്നെ അതേപോലെ ദിവസങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ആഡ് ചെയ്യാം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ 3D മോഡലിങ്ങിനാണ് കൂടുതലും. നമുക്കിതിൻ്റെ 3D ഒക്കെ ചെയ്യാൻ പറ്റും, അറിയാമല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പിന്നെ പറയാം. ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. അതുപോലെ എക്സ്പോഷർ കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ നമുക്ക് ബ്രൈറ്റ്നസ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ അർജൻറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ചെറിയൊരു സംഭവം കാണിച്ചു തരാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് നമുക്കൊരു മൂണിനൊക്കെ ആഡ് ചെയ്യാം അല്ലേ. ഒരു മൂണിന് എവിടെയൊക്കെ ആഡ് ചെയ്തു, അപ്പോൾ ആകാശത്തൊരു മൂണ് വന്ന പോലെ ഒരു ഫീൽ കിട്ടില്ല. ഇതിന് ഇത്തിരി വലുതാക്കി വെക്കാം. ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്യാം. ഇതിന് വേണ്ടൊരു സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടൊരു ഏരിയയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അനിമേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കൈയിലൊരു മൂണ് വരും പോലെ. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ഈ ബ്ലാക്ക് കളർ അവിടെ കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ലേ. അങ്ങനെ ഏതെങ്കിലും മൂൺ ഉണ്ടാവുന്നുള്ളത് സിമ്പിളാണ്. നമുക്ക് ഈ വീഡിയോയിൽ അതായത് മൂണിൻ്റെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ല്യൂമ എന്ന് പറഞ്ഞൊരു കീനെ എവിടേക്ക് ആഡ് ചെയ്തത്, ല്യൂമ കീ ആഡ് ചെയ്തെടുത്ത് അതങ്ങ് പോയിക്കോളും കേട്ടോ. സിമ്പിളായിട്ട് പോയിക്കോളും. ഇത് കൂടുതലൊന്നും വേറെ നമ്മൾ ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ല. എന്നതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നേരത്തെ നമ്മൾ ഫോഗ് ആഡ് ചെയ്തില്ല, അതേപോലെ വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ഫാസ്റ്റ് നോയ്സിന് ആഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ അതേ സെറ്റിങ്സ് ആണ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ടില്ല. ഫാസ്റ്റ് നോയ്സിന് ആഡ് ചെയ്തിട്ട് ഇത്തിരി സീത്ത് റേറ്റ് കൊടുക്കുക. വേണമെങ്കിൽ ഇത്തിരി ഡീറ്റെയിൽസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ബ്രൈറ്റ്നസ് വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം, ഒക്കെ നിങ്ങൾ ഇഷ്ടം. ഡീറ്റെയിൽസ് കൂട്ടണമെങ്കിൽ ഡീറ്റെയിൽസ് കൂട്ടാം കണ്ടോ. എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ആനിമേഷനൊക്കെ പടങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇത്രയും കൂടെ വേണ്ടല്ലേ, സീത്ത് റേറ്റ് കുറയ്ക്കാം. ജസ്റ്റ് കണ്ടോ, ഇതേപോലെയുള്ള ആകാശങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നോഡ് തന്നെയാണ് അല്ലേ ഈ സ്കൈ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോഡ് ആരാന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്തൊരു നോഡ് ആരാന്ന് നോക്കാം അല്ലേ. ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ ഇവിടേക്ക് ആഡ് ചെയ്യാണ്. വീഡിയോ പൂൾ ഓണാക്കി. നേരത്തെ ഏകദേശം അതേ സംഭവം തന്നെയാണ്, എന്നാലും വേറെ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ ഈ മീഡിയ ഇന്നെടുത്ത് ഔട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നേരത്തെ അതേ വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വാട്ടറിന് വേവ് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ഡ്രിപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രിപ്പ് എന്ന് പറഞ്ഞ നോഡ് കാണാൻ പറ്റും. ഇതിനെ ഇതിലേക്ക്
ആഡ് ചെയ്യുക. കണ്ടോ ഇപ്പം തന്നെ ഒരു ഡ്രിപ്പിൻ്റെ എഫക്റ്റ് കിട്ടിയില്ലേ. പക്ഷേ ഇത് ഫോട്ടോ ആയതുകൊണ്ട് എന്തായി ആനിമേഷൻ കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് ആനിമേഷൻ കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം, ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ ആ നോഡിനെ ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ, ഡിസ്പ്ലേസ് നോഡിനെ ഇവിടേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേസിൻ്റെ അകത്തും കാര്യമായിട്ട് നമുക്ക് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ മാറ്റമൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടേക്ക് ഒരു ആനിമേഷൻ കൊടുക്കാൻ വേണ്ടി ആരെ ആഡ് ചെയ്യാം, നമ്മുടെ ഫാസ്റ്റ് നോയ്സിനെ ആഡ് ചെയ്യാം. ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ഫാസ്റ്റ് സെർച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് നോയ്സ് കിട്ടും, ഇല്ലെങ്കിൽ മേലെ നിന്ന് ആഡ് ചെയ്താലും മതി അല്ലേ. ഫാസ്റ്റ് നോയ്സിനെ ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം സീത്ത് റേറ്റ് ഒരല്പം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആനിമേഷൻ കിട്ടും അല്ലേ. ബാക്കി നമുക്ക് ഡ്രിപ്പിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ വേവിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ, ഫ്രീക്വൻസിയൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ഫേസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫാസ്റ്റ് നോയ്സിൽ വന്നിട്ട് നമുക്ക് പിന്നെ ബാക്കി നമുക്ക് ഫാസ്റ്റ് നോയ്സിൽ വന്ന് സീറ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആനിമേഷൻ കിട്ടും. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നേരത്തെ ആ ഒരു വേവിനേക്കാളും കൂടുതൽ ഇവിടെയാണ് എഫക്റ്റീവായിട്ട് തോന്നുന്നത് അല്ലേ. കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വർക്ക് ആകുന്ന ഡ്രിപ്പ് എന്ന് പറയുന്ന ഒരു നോഡാണ്. നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു നോഡ് ആരാന്ന് നോക്കാം. ഇനി അടുത്തൊരു നോഡാണ് ഫിലിം ഗ്രെയിൻ നോഡ്. അതായത് ഫിലിം നമ്മുടെ വീഡിയോയിലൊക്കെ ഒരു ഫിലിം, പണ്ടത്തെ ഫിലിമിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ചെറിയ ഗ്രെയിൻസ് ഒക്കെ വന്നിട്ടുള്ള ആ ടൈപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നോഡാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രെയിൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് ഫിലിം ഗ്രെയിൻ എന്ന് പറഞ്ഞൊരു നോഡുണ്ട്, ഫിലിം ഗ്രെയിൻ. അതിനെ ഇവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഗ്രെയിൻസ് അവിടെ വന്നു. അതിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് നോക്കാം, മൂവ് ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ സൈസ് കുറയ്ക്കാം, അതുപോലെ കൂടുതലാണെങ്കിൽ കൂട്ടാം. വളരെ കുറഞ്ഞ മോഡൽ മതിയെങ്കിൽ ഇവിടേക്ക് സൈസ് കുറച്ച് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം വേണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ റഫ്നെസ് എത്ര വേണം, ഓഫ്സെറ്റ് എത്ര വേണം എന്നുള്ള കാര്യം. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിക്സിംഗ് ആണ് കേട്ടോ. ഓഫ്സെറ്റ് എത്ര വേണം നോക്കാം. മൊത്തത്തിലുള്ളൊരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇതേപോലെ ഗ്രെയിൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ മൂവ്മെൻറ്റും ഉണ്ടാവും കേട്ടോ വീഡിയോൻ്റെ അകത്ത്. ഓക്കെ, ഒരു ചെറിയൊരു ആനിമേഷൻ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫിലിം ഗ്രെയിൻ എന്നുള്ള ഈ ഒരു നോഡിനെ ആഡ് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു നോഡ് ആരാന്ന് നോക്കാം അല്ലേ. ഷിഫ്റ്റ് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഫിലിം ലുക്ക് എന്ന് പറഞ്ഞൊരു നോഡുണ്ട്. ഫിലിം എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഫിലിം ലുക്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു നോഡുണ്ട്. ഇതിനെ ആഡ് ചെയ്താൽ ആക്ച്വലി ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു നോഡാണ്. ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ഇവിടെ കളർ മാറ്റം വന്നില്ല. ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലുക്ക് വന്നു. പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ പ്രീസെറ്റ്സ് ഒരുപാടുണ്ട്, അതൊക്കെ ഇങ്ങനെ മാറ്റി നോക്കാം. നൊസ്റ്റാൾജിക് ഒക്കെ ആക്കാം. കണ്ടോ, ഇതേപോലെ സിനിമാറ്റിക് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വൈഡിൽ വന്നു അല്ലേ. ഇതേപോലത്തെ ലുക്കുകളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവരാം. പിന്നെ 35mm ലെൻസ്, 65mm ലെൻസ്, ഡിഫാൾട്ട് നോ എഫക്റ്റ് എന്നുള്ള ഒരു എഫക്റ്റും ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സിനിമാറ്റിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ വൈഡായിട്ട് ഒരു കളർ ഗ്രേഡും കൂടുതൽ കിട്ടിയില്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് കളർ സ്പേസ് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കളർ സ്പേസ് മാറ്റാൻ നിങ്ങൾ റോ ഫയലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അല്ലേ. ഇൻപുട്ട് കളർ സ്പേസ്, ഇൻപുട്ട് കളർ ഗാമ ഒക്കെ ഇവിടെ മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഔട്ട്പുട്ട് ഗാമയും കാര്യങ്ങളും മാറ്റാം. റെക്സ് 719 അങ്ങനെ ഏതെങ്കിലും ഗാമറ്റ് 3 ഏതെങ്കിലും കൊടുക്കുക. ഏതെങ്കിലും ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പിക്ചറാണല്ലോ ആഡ് ചെയ്തത്. നിങ്ങളെ ക്യാമറ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് മാറ്റാം. അവിടെ ഫിലിം ലുക്കിൻ്റെ ബ്ലെൻഡിങ് എത്രത്തോളം കുറയ്ക്കണം, അതായത് ഇത് തമ്മിലുള്ള ഒരു എന്താ പറയുക ബ്ലെൻഡിങ്, അതായത് മിക്സിങ് എത്രത്തോളം വേണമെന്നുള്ളതാണ്. ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവിടെ കണ്ടോ കളർ ലുക്ക് നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട, എക്സ്പോഷർ കൂട്ടി വെക്കാം, കുറച്ച് വെക്കാം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഹൈലൈറ്റ്, ഫെയ്ഡ്, വൈറ്റ് ബാലൻസ് ഉണ്ട്, ടിൻറ്റ് നമുക്ക് ഏതെങ്കിലും കളറിലേക്ക് ടിൻറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ എഫക്റ്റിൽ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഓരോന്ന് ഗ്രേഡ് ചെയ്ത് പറയുന്നവർക്കൊക്കെ മനസ്സിലാവും അല്ലേ. ഗ്രെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ഗ്രെയിനിൻ്റെ എമൗണ്ട് ഒക്കെ ആഡ് ചെയ്യാം, ഗ്രെയിൻസ് ഒക്കെ ആഡ് ചെയ്യാൻ കണ്ടോ. ഒരു ഫിലിം ലുക്കിലേക്ക് വന്നില്ല, ഗ്രെയിനൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. എന്താണ് ഫിലിം ലുക്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞ നോഡാണ്. അടിപൊളി നോഡാണ് അല്ലേ. ഓക്കെ, നമ്മൾ ഈ കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു അടിപൊളി നോഡ് ഉണ്ട്. ഈ ഗ്രീനൊക്കെ മാറ്റിയിട്ട് വേറൊരു ടോണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു ഗ്രീൻ നോഡാണ്. സിമ്പിൾ നോഡാണ് കേട്ടോ. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ഡസ്പിൽ നിന്ന് സെർച്ച് ചെയ്യുക, ഡസ്പിൽ നോഡിന് എവിടേക്ക് ആഡ് കണ്ടോ വേറൊരു വെറൈറ്റി ലുക്കിലേക്ക് വന്നില്ലേ. ഡസ്പിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ടൈപ്പ് കളർ ഗ്രേഡൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിന് ബുദ്ധിമുട്ടായിട്ട് പോകണ്ട, ജസ്റ്റ് ഡസ്പിലിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അതുപോലെ ഡസ്പിലിൻ്റെ ഗ്രീൻ ആണോ മാറ്റേണ്ടത്, റെഡ് ആണോ മാറ്റേണ്ടത്, ഇവിടെ മാറ്റങ്ങളുണ്ട്, ബ്ലൂ ആണോ മാറ്റേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ഗ്രീന് മാറ്റിയാലാണ് ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് ലുക്ക് കിട്ടുക. ഇനി ഇവിടേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഫിലിം ലുക്കിനെ കൊണ്ടുവരാം അല്ലേ. വേണ്ട, ഭയങ്കര ഫിലിം ലുക്കാണ് അല്ലേ, അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതേപോലെ കോമ്പിനേഷൻസ് ഓഫ് നോഡാണ് നമുക്ക് പുതിയ അടിപൊളി സംഭവങ്ങൾ ഔട്ട് കിട്ടുക കേട്ടോ.
ഇനി അടുത്തൊരു നോഡിനെ പരിചയപ്പെടാം. നമ്മൾ ഏതായാലും ഫിലിം ലെവലിൽ തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ നോഡുകളൊക്കെ തന്നെ പറഞ്ഞു പോലെ ഷിഫ്റ്റ് സ്പേസ് ഫിലിം സെർച്ച് കഴിഞ്ഞാൽ ഫിലിം ഡാമേജ് എന്ന് പറഞ്ഞ നോഡ് കാണാൻ പറ്റും. ഫിലിം ഡാമേജ് ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയൊരു ലുക്കിലേക്ക്, അതായത് പഴയ കാലത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ അതേ ലുക്കിലേക്കുള്ള സംഭവം കിട്ടും. കണ്ടോ, ഇത് അടിപൊളിയല്ലേ? നമുക്ക് പഴയ മോഡലിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കണമെങ്കിൽ ഇതേ നോഡ് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡാമേജിൻ്റെ ഡെൻസിറ്റി കൂട്ടി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇത് കൂടുതലായി കഴിഞ്ഞാൽ വൃത്തികേടാണ് അല്ലേ? ഇതുപോലെ തന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇനി ഇതിൻ്റെ അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ഒരു പഴയ കാലത്തെ സിനിമയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതേപോലത്തെ എഫക്റ്റുകളൊക്കെ നമുക്ക് ഇതിൻ്റെ അത് കൊണ്ടുവരാം. ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സൈഡ് ഫെദർ, കളർ പിന്നെ ഈ ഒരു കളറിലേക്കാണ് കൂടുതലും പഴയ സിനിമകളൊക്കെ വരിക. അല്ലെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കണമെങ്കിൽ അതേപോലെ ഇത്ര ക്ലിയർ ഉണ്ടാവില്ല, ഇതേപോലെ മങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിലിം ഡാമേജ് എന്ന് പറഞ്ഞ ഒരു നോഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറേ സെറ്റിങ്സ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ സ്ക്രാച്ച് 2 ഉണ്ട്, 3 ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അത് കുറേ വേറെ എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ കിട്ടും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തൊരു നോഡാണ് ഡീ ഫ്ലിക്കർ നോഡ് എന്ന് പറഞ്ഞ നോഡ്. ഈ ഡീ ഫ്ലിക്കർ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അറിയാം? നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ബൾബിൻ്റെ അടുത്തേക്ക് എടുത്താണ്, അല്ലാതെ തന്നെ നിങ്ങൾ റൂമിൻ്റെ അകത്തു നിന്നൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഫ്ലിക്കറിങ് എഫക്റ്റ്, അതായത് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്ത് കളിക്കുന്നില്ലേ, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ബൾബിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് ആ ഫ്ലിക്കറിങ് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്ത്. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാലും അല്ലാത്ത രീതിയിൽ നമ്മൾ ബൾബ് അങ്ങനെ ഫോക്കസ് ചെയ്യില്ലല്ലോ. റൂമിൻ്റെ ഉള്ളിലൊക്കെ എടുത്താണ് ഈ ഫ്ലിക്കറിങ് എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മീഡിയയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ഡീ ഫ്ലിക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു നോഡ് കിട്ടും. ജസ്റ്റ് അതിനെ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. കണ്ടോ, ആ ഫ്ലിക്കർ എഫക്റ്റ് താഴേക്കുള്ളൊക്കെ പോയി. അത് കറക്റ്റ് മനസ്സിലാണെങ്കിൽ ആ ഫ്ലിക്കർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്തും പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ ആ ബൾബിൻ്റെ അടുത്ത് എന്തായാലും മിന്നലുണ്ടാവും നോക്കണ്ട. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബൾബിനെ ഒഴിവാക്കിയാണല്ലോ കൂടുതൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നത്തിനെ ഇത്രയും സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൾബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഏരിയയിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് ആ ഫ്ലിക്കർ എന്നുള്ള ഒരു പ്രശ്നം പിന്നെ ഉണ്ടാവുകയില്ല. കണ്ടോ, അടിപൊളിയല്ലേ? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും നോഡുകളാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നല്ല കമൻറ്റ് ഇടുക, പറ്റുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.